അതേസമയം അരിക്കൊമ്പൻ വിഷയത്തിൽ പ്രതികരണവുമായി വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ രംഗത്ത്. ഇപ്പോൾ അരിക്കൊമ്പൻ തമിഴ്നാട് അതിർത്തിയിൽ ഉചിതമായ തീരുമാനം എടുക്കേണ്ടത് തമിഴ്നാട് സർക്കാരാണ്. കേരള വനംവകുപ്പുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. അതിരുകവിഞ്ഞ ആനസ്നേഹത്തെ തുടർന്ന് ആനപ്രേമികൾ ഹൈക്കോടതിയെ സമീപിച്ചതുണ്ടായ സ്ഥിതിയാണ് ഇതെന്നും വനം മന്ത്രി പ്രതികരിച്ചു. അരിക്കൊമ്പൻ തമിഴ്നാടിൻ്റെ നിയന്ത്രണത്തിലാണുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തമിഴ്നാട് എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നതെന്നാണ്. തമിഴ്നാടിൻ്റെ ഭാഗത്തുനിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവിടെ തന്നെ ഉൾക്കാട്ടിലേക്ക് ഈ അരിക്കൊമ്പനെ കയറ്റാൻ കഴിയുന്ന ശ്രമമാണ് അവിടുത്തെ വനവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നടപടികളെല്ലാം കേരള വനംവകുപ്പുമായി പരസ്പരം ഉദ്യോഗസ്ഥ തലത്തിൽ ആശയവിനിമയം നടത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു കോർഡിനേഷൻ അവിടെയുണ്ട്. പിന്നെ വരുന്നതാണ് അത് ഇനി ചിന്നക്കനാൽ പോലുള്ള നമ്മുടെ കേരള അതിർത്തിയിലേക്ക് കയറുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതിന് സ്ഥിതിഗതികൾ പരിശോധിച്ച റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി കേരളത്തിൻ്റെ വനംവകുപ്പ് മേധാവിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതി തന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഞങ്ങൾ കേരള വനംവകുപ്പ് അരിക്കൊമ്പനെ ഉൾക്കാട്ടിലേക്ക് അയക്കാനുള്ള നടപടികൾ സ്വീകരിച്ചത്. അതിൽ കൂടുതൽ നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഈ സമിതിയുടെ ഉപദേശമെങ്കിലും ആരായേണ്ടതുണ്ട്. അപ്പോൾ അത് ആരായുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. വനം വകുപ്പിൻ്റെ അന്നത്തെ നിലപാട് ഈ ആനയെ മയക്കുവെടി വെച്ച് പിടിച്ച് ആന പരിപാലന കേന്ദ്രത്തിലേക്ക് അയക്കുക എന്നുള്ളതാണ്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഇപ്പം പറയാൻ പറ്റില്ല. കാരണം കോടതിയുടെ ഒരു തീരുമാനം നിൽക്കെ അത് ശരിയല്ല എന്ന് തള്ളിപ്പറയുന്ന ഒരു നിലപാടിലേക്ക് പോകാൻ സാധിക്കില്ല. അതിരുകവിഞ്ഞ ആനസ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആനപ്രേമികൾ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നമാണ് കളികൾ.